എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഈശ്വരാധീനമുള്ളൊരു ദിവസമായിരിക്കട്ടെ, എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 29 തീയതി 13/1/2026 ചൊവ്വാഴ്ച. നമുക്ക് വളരെയധികം ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ട ദിവസമാണ്. ഇന്നത്തെ ചില ഗ്രഹമാറ്റങ്ങൾ അല്ലെങ്കിൽ ചില സ്ഫുടങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ചില അനിഷ്ട സംഭവങ്ങളും സന്തോഷകരമല്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ദേവീ പ്രാർത്ഥനയിലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ശാസ്താക്ഷേത്ര ദർശനവും നടത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും അവരവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥനയിൽ മുഴുകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. പരാതി കേൾക്കുന്നതിനും തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ആത്മസംയമനം പാലിച്ചില്ലെങ്കിൽ ചില വഴക്കുകൾ ജീവിതത്തിൽ ഭാവിയെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങളാണ് കാണുന്നത്. വിദേശീയരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ ജലയാനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ആലോചിച്ച് മാത്രം ഉപയോഗിക്കുക. പെട്ടെന്നുണ്ടാകുന്ന കോപം കൊണ്ട് ഒന്നും സംസാരിക്കാതെ ഇരിക്കുക. ആത്മസംയമനത്തോടുകൂടി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക കാര്യത്തിലുണ്ടായിരുന്ന തീരുമാനങ്ങൾക്കും കൺഫ്യൂഷനുകൾക്കും ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗ്യം കൊണ്ട്, പങ്കാളിയുടെ ഭാഗ്യം കൊണ്ട് വാഹനം ലഭിക്കുവാനും വസ്തു വിറ്റ ധനം കയ്യിൽ വന്ന് ചേരാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ട അത്യാവശ്യമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അപകടം പിടിച്ച യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. മലകയറ്റം അതുപോലെയുള്ള സ്റ്റെപ്പുകൾ വീട്ടിലാണെങ്കിലും കയറുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഇരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനമാണ് വന്നു ചേരുന്നത്. ബന്ധുമിത്രാദികളുമായി കൂടിച്ചേരുവാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊരു തർക്കങ്ങൾ, ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്ക് ഉടലെടുക്കുവാനും പരിഹരിക്കാൻ വിഷമിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാം അനുകൂലമായി തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും വൈകുന്നേരത്തോടുകൂടി എല്ലാം സഫലീകരിക്കുന്നതാണ്. മൊത്തത്തിൽ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, പ്രത്യേകിച്ച് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിനുള്ള ചാൻസ് നഷ്ടപ്പെടാൻ സാധ്യത കാണുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് വീണ്ടും പരിശ്രമിക്കേണ്ടതായി കാണുന്നു. കെട്ടിക്കിടക്കുന്ന ധനം അല്ലെങ്കിൽ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ചില ധനമൊക്കെ റിലീസ് ചെയ്യാനുള്ള ഒരു ഓർഡറെല്ലാം ലഭിക്കുന്നതാണ്. അതേപോലെ പരമ്പരാഗതമായ സ്വത്തുക്കൾ വന്നു ചേരുവാനും സാധ്യത കാണുന്നു. അതിനുള്ള വഴി തെളിയുന്നതായിട്ട് സാധ്യതയുണ്ട്. എഴുത്തുകാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം. സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള ബന്ധുക്കളുടെ ഇടപെടൽ മൂലം വാഹനം വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനം വിൽക്കുവാനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനോ വസ്തു വിൽക്കുവാനോ ഒക്കെയുള്ള സാഹചര്യം തെളിഞ്ഞ് വരുന്നതായി കാണുന്നു. സന്താനങ്ങളുടെ അഭിവൃദ്ധി ഓർത്ത് അഭിമാനം കൊള്ളുവാനുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ സന്താനങ്ങളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ പിടിപെടുന്നതോർത്ത് മനക്ലേശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. എഴുത്തുകാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കുമെന്ന്. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. പെട്ടെന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, സ്ഥാനമാനങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്.
അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയമായില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനുള്ള ക്ഷണം വന്നു ചേരുന്നതാണ്. വളരെ ആലോചിച്ച് അതിലേക്ക് ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. പഠനത്തിന് പുതിയ വഴിത്തിരിവുണ്ടാകുന്ന ദിവസമാണ്. മാതാപിതാക്കളുടെ സഹായം കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നല്ല സ്ഥിരമായ മേഖലയിലേക്ക് പിടിച്ചു കയറുവാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ഇഷ്ടഭക്ഷണം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ കൂട്ടുകാരുമായി കൂടിച്ചേർന്ന് ചില പ്രശ്നങ്ങളിൽ പെട്ട് മാനസിക സംഘർഷമുണ്ടാകുവാനും പോലീസ് കേസ് വരെ എത്തിച്ചേരാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് യുവാക്കൾ വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. സാമ്പത്തികമായി നേട്ടമുണ്ടാകാൻ എല്ലാ വഴികളും തെളിയുന്ന ഒരവസരം വന്നു ചേരുന്ന ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ എഴുത്തുകാർക്കും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് എഴുതുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സാമ്പത്തികമായി ബാധ്യത മൂലം മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ഔദ്യോഗിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ചില സാമ്പത്തിക ഇടപാടുകളിൽപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നു. വഴക്ക്, തർക്കങ്ങൾ, കേസ്, വഴക്ക് ഇതിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ബന്ധുക്കളായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സഹായിക്കുന്ന ആൾക്കാരോ ശത്രുക്കളായി മാറുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാക്കുകൾ കൊണ്ട് ഭാഗ്യം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കബളിപ്പിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഉദരസംബന്ധമായ അസുഖങ്ങൾ അലട്ടുവാൻ സാധ്യത കാണുന്നു. അതേപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ശാരീരികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. അതേപോലെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനം വൈകുന്നതായി ഉയർത്ത് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് ഇന്ന് ഏറ്റവും വെല്ലുവിളിയുള്ള ഒരു ദിവസമായിരിക്കും. ചില പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നേരിടേണ്ടതായി കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ യൂണിഫോം ഇട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നതുകൊണ്ട് ദീർഘയാത്രയ്ക്ക് പുനർവിചിന്തനം നടത്തേണ്ടതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കുകയില്ല. ചില പ്രശ്നങ്ങൾ വന്ന് നേരിടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, മുറിവ്, ചതവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കാൻ ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായിട്ട് കാണുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദർഭം വന്നാൽ അതൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ബന്ധുക്കളിൽ ചിലരെ കലഹിക്കുവാനും വസ്തുസംബന്ധമായ തർക്കങ്ങൾ ഉടലെടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഒരു നിരാശ തോന്നുന്ന ദിവസമായിരിക്കുമെന്ന്. ഏറ്റവും ഉചിതമായ കാര്യം ഈശ്വര പ്രാർത്ഥനയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവതകളുടെയോ അല്ല ഉപാസനാമൂർത്തികളുടെയോ ക്ഷേത്രത്തിലോ പള്ളിയിലോ അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയെ മുഴുകുകയും ഇന്നത്തെ ദിവസം അത്ര തന്നെ ഒരു കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഗുണാധിക്യം കാണുന്നു. ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കാൻ ഉള്ള വഴി തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വിൽക്കാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്ന ഭൂമി കൈവിട്ടു പോകാനും കൈവരുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക്, ട്രാവൽ ഏജൻസികൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വാഹനങ്ങൾക്ക് റിപ്പയർ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഗൃഹത്തിൽ ചില റിപ്പയറുകൾ വരാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽപ്പെട്ട ചിലരുമായി കലഹിക്കുവാനും ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇത്. എന്നാൽ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായൊരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സ്പോർട്സ് അല്ലെങ്കിൽ കായികമായ അഭ്യാസങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു.
രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ദിവസമായിരിക്കും. അതുപോലെ അനുകൂലമായ ഒരു സാഹചര്യം, വേദി ഒക്കെ അവർക്ക് വേണ്ടി ഒരുങ്ങുന്നതായിട്ട് കാണുന്നു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ജോലിഭാരം കൂടുന്നതുകൊണ്ട് ആത്മസംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമിതമായ ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. മറ്റുള്ളവരോട് നീരസം കാണിക്കുന്ന ഒരു മുഖഭാവം ഒഴിവാക്കുക. കാരണം ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ റിസപ്ഷനിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം വേണ്ടത് പ്രസന്നമായൊരു മുഖമാണ്. അതുകൊണ്ട് തീർച്ചയായും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. അവരവരുടെ വിധി ഓർത്ത് ദുഃഖിച്ച് സമയം കളയാതെ വളരെ മാത്ര പ്രസക്തമായി തന്നെ സ്വന്തം തൊഴിലിൽ മുഴുകുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. ചില തീരുമാനങ്ങൾ ഉദ്യോഗ മാറ്റത്തിനോ അല്ലെങ്കിൽ 2 തൊഴിലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു തൊഴിൽ വേണ്ടെന്ന് വയ്ക്കാനോ ഒക്കെ തീരുമാനമെടുക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. പങ്കാളിക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കുന്നു. പങ്കാളിയുടെ ഉന്നമനവും സഹകരണവും കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം മനക്ലേശം ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. വാഹനത്തിന് റിപ്പയർ വരാൻ സാധ്യത കാണുന്നു. അതുപോലെ സ്വന്തമെന്ന് കരുതുന്ന ചില വസ്തുക്കൾ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ കുടുംബ സ്വത്ത് വന്നു ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. അത് കേസിലോ വഴക്കിലോ അന്ധചിത്രത്തിലോ ഒക്കെ ചെന്നപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വരുമാന മാർഗം തെളിഞ്ഞു വരുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അതിനുള്ള ഏതെങ്കിലും വഴി നിങ്ങൾക്ക് വേണ്ടി തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാനായിട്ട് വേണ്ട ചികിത്സാ രീതികളോ ഔഷധ സേവയോ ഒക്കെ നടത്തേണ്ടതായിട്ട് കാണുന്നു. കലാകാരന്മാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കുമെന്ന്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ദിവസമായിരിക്കുമെന്ന്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. അസുഖങ്ങൾക്ക് ശമനം ലഭിക്കുന്ന ദിവസമാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ചില സാഹചര്യങ്ങൾ, പ്രൊമോഷനുകൾ, പ്രോത്സാഹനങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. ബൊട്ടീക്ക്, ബ്യൂട്ടീഷ്യൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെ അനുകൂലമായിരിക്കും. അതുപോലെ അലങ്കാര വസ്തുക്കൾ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരാം. ജോലി സംബന്ധമായ ചില പ്രൊമോഷനുകൾ അല്ലെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് കാണുന്നു. ജോലി ഭാരം വർദ്ധിക്കുന്നതായിട്ട് കാണുമെങ്കിലും അത് ഭാവിയിലേക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും. ഇഷ്ടജനങ്ങളുമായി ഒത്തുചേർന്ന് സമയം ചിലവഴിക്കാനും മാനസികമായ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനുമൊക്കെ സാഹചര്യം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ പങ്കാളി ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. തൊഴിലിലായാലും ജീവിതത്തിലായാലും ഒരു പങ്കാളി വന്നു ചേരാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട ചില കാര്യങ്ങളോർത്തുള്ള ദുഃഖം മൂലം ചില ഡിപ്രഷനുകൾ ഫോം ചെയ്യാനും അതിനുവേണ്ടി ചികിത്സാ രീതികൾ തേടാനുമൊക്കെ സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകൾ വിഫലമായി തീരുന്നതാണ്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ചയോ റിസൾട്ടോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു മറുപടിയായിരിക്കില്ല ലഭിക്കുന്നത്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും
അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ദിവസമായിരിക്കും. കലാകാരന്മാർക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് വാണിംഗ് ലഭിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരും. എന്നാൽ ജോലിഭാരം തുടരുന്നതാണ്. ജോലിഭാരം മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലം ഒരേ ജോലി വീണ്ടും ചെയ്യേണ്ടതായി കാണുന്നു. ക്ഷീണമാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. വേണമെങ്കിൽ ഒന്ന് ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ജോലി പൂർത്തിയാക്കാൻ സാഹചര്യമുള്ളവർക്കത് ചെയ്യാവുന്നതാണ്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് കൂടുതലായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നത്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇമോഷണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുകയും സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചില മാറ്റങ്ങൾ വരികയും അനുകൂലമായതല്ലാത്ത മാറ്റങ്ങൾ, പ്രതികൂലമായ മാറ്റങ്ങൾ വരികയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. പ്രണയപരാജയം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ള ദിവസമായിരിക്കും. പങ്കാളിയുമായി കലഹിക്കുവാനും അത് അന്തഃഛിദ്രത്തിലേക്ക് പോകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതുകൊണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു മാറ്റം വന്നു ഭവിക്കുന്നതാണ്. പ്രായമായ മാതാപിതാക്കളുള്ളവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ഏഴര ശനിക്കാലമായതുകൊണ്ട് തീർച്ചയായും ശനീശ്വരനെ പ്രാർത്ഥിക്കുക. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.